എന്നാൽ ക്ഷേമ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ജോസഫിന്റെ മരണമെന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ വിശദീകരിച്ചു. നവംബറിലും ഡിസംബറിലും ജോസഫ് പെൻഷൻ വാങ്ങി. തൊഴിലുറപ്പും പെൻഷനും ചേർത്ത് ഒരു വർഷം 52,400 രൂപ ജോസഫ് കൈപ്പറ്റിയിട്ടുണ്ട്. ഈ പ്രസ്താവനയും പാർട്ടിക്ക് വെല്ലുവിളിയായി. ഒരു കമ്മ്യൂണിസ്റ്റ് ധനമന്ത്രിക്ക് ചേർന്ന പറച്ചിലായിരുന്നില്ല ഇതെന്ന് CPM ആണയിട്ട് പറയുന്നു. ഈ സർക്കാർ വന്നതിന് ശേഷം 23,958 കോടി രൂപ പെൻഷൻ കൊടുത്തു. UDF കാലത്തെ കുടിശ്ശിക കണക്കടക്കം എല്ലാം രേഖകളിലുണ്ട്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നാണ് ബാലഗോപാൽ പറയുന്നത്. എന്നിട്ട് പെൻഷൻ കമ്പനിയുടെ കുഴപ്പം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ ചാരി. പെൻഷൻ കമ്പനിയെ പോലും കേന്ദ്ര സർക്കാർ മുടക്കി. UDFന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെയാണെന്ന്, കേന്ദ്രം തരാനുള്ള പണം നൽകിയാൽ എല്ലാ പെൻഷനും പ്രതിസന്ധിയും മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര നടപടി ഇല്ലായിരുന്നുവെങ്കിൽ പെൻഷൻ 2,500 ആക്കിയേനെയെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഒരു നുണ 1000 തവണ പറഞ്ഞാൽ സത്യമാകുമോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ചക്കിട്ടപ്പാറയിലെ ജോസഫിനെ മരിച്ചാലും വെറുതെ വിടുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് സർക്കാരിന് ധൂർത്തെന്നും അദ്ദേഹം ആരോപിച്ചു.